ഹലോ മുത്തുമണീസ്. ഇന്നൊരു അവധി ദിവസമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ തലേന്ന് നല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ മുറ്റത്ത് നിറച്ച് ചപ്പായിരുന്നു കേട്ടോ. മാത്രമല്ല ഞാൻ പിന്നെ കുറച്ച് ദിവസമായിരുന്നു അടിച്ചു വാരിയിട്ട്. കാരണം എനിക്ക് ഈ അലർജിയുടെ ഇഷ്യൂസൊക്കെ ഉള്ളത് കാരണം എനിക്ക് മുറ്റത്തോട്ട് ഇറങ്ങാൻ തന്നെ വയ്യായിരുന്നു കേട്ടോ. പിന്നെ കോൾഡും. അപ്പോൾ പിന്നെ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ തന്നെ പ്രത്യേകിച്ചൊരു പെട്ടെന്ന് ഒരു വല്ലാത്തൊരു എനർജി ആയിരുന്നു ഫീൽ ചെയ്തത്. അപ്പം ഞാൻ വിചാരിച്ചു അത് പോകുന്നതിന് മുന്നേ തന്നെ വേഗം മുറ്റമടിച്ച് വാരാമെന്ന്. അപ്പം ഞാൻ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, വീടിൻ്റെ പരിസരമൊക്കെ. അപ്പോൾ ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജിൽ നിന്ന് സൈഡിലായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നില്ലേ, കുറേ തക്കാളിയുടെ ഒരു വിളവെടുപ്പിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു എൻ്റെ ചാനലിൽ. അപ്പോൾ ആ ഒരു സൈഡിലുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. പിന്നെ ക്യാമറ കുറച്ച് ഞാൻ ഡിസ്റ്റൻസിൽ വെച്ചുകൊണ്ട് തന്നെ കുറച്ച് നിങ്ങൾക്കത് വൈഡായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഇത്ര സ്പേസ് ഒന്നും ഇല്ല. പക്ഷെ നിങ്ങൾക്കിതിൽ കാണുമ്പോൾ കുറച്ചും കൂടി വലുതായിട്ട് തോന്നുകയാണ് കേട്ടോ. അപ്പോൾ തക്കാളി ചെടി കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അവിടെ നിന്ന് പറിച്ച് കളഞ്ഞു കേട്ടോ. കാരണം അതിപ്പോൾ ഒരു 2-3 തവണ നമ്മൾ അതിൽ നിന്ന് 2-3 ഒരുപാട് കൂടുതൽ തവണ നമ്മൾ അതിൽ നിന്ന് വിളവെടുത്തു മാക്സിമം. അപ്പോൾ ആ ചെടിക്ക് പിന്നെ ആ വള്ളിയിലെ മുകൾ ഭാഗത്തോട്ടൊക്കെ പടർന്ന് ഒത്തിരി ഉയരം വെച്ചു ചെടി. പിന്നെ അതിൽ കേടുകളൊക്കെ വരാൻ തുടങ്ങി സ്വാഭാവികമായിട്ടും. അതിൻ്റെ ആ ഒരു എക്സ്പയർ ഡേറ്റ് എടുത്തുകൊണ്ട് ഞാൻ അതൊക്കെ പറിച്ച് കളഞ്ഞു കേട്ടോ. ഇപ്പം ഞാൻ അവിടെ പടവലത്തിൻ്റെ തൈകൾ വാങ്ങി വെച്ചിട്ടുണ്ട് ഗ്രോ ബാഗിൽ. അപ്പോൾ അത് ഇനിയിപ്പോൾ അതിൽ 2-3 കായകൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയില്ല. അത് ഞാൻ ക്ലോസ് വ്യൂവിൽ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പൊക്കെ എടുത്തിട്ട് ഒരു ഭാഗത്ത് കൂട്ടി വയ്ക്കുക ചെയ്യുക. കാരണം ഇവിടെ ഈ ഉത്സവത്തിന് കൊടിയേറി കഴിഞ്ഞാൽ ചപ്പൊന്നും കത്തിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ദേശത്ത്. ഞാനിവിടെ വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പം ഞാൻ അതൊക്കെ നമ്മുടെ തെങ്ങിൻ്റെ താഴെ പൊതിയായിട്ട് കൊണ്ടിടുക കേട്ടോ ചെയ്യുക. പിന്നെ വെയിലും അല്ലേ. അപ്പം ഞാൻ എന്തായാലും ഇനി ഉത്സവം കഴിഞ്ഞ ശേഷം അത് കത്തിക്കാൻ പാടുള്ളൂ എന്നാണ് കേട്ടോ. അപ്പം ഞാൻ ചപ്പക്ക ഒരു ഭാഗത്ത് വേറെ ചെടികൾക്ക് താഴെ കൊണ്ട് പൊതിയിടുക കേട്ടോ ചെയ്യാറ്. അപ്പോൾ അത് അവിടെ കിടന്ന് അതിനെ കമ്പോസ്റ്റും ആവും. അതേപോലെ തന്നെ നമുക്ക് വേസ്റ്റൊക്കെ ഒരുവിധമൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു പോർഷൻ കഴിഞ്ഞിട്ട് ഇത് വരുന്നതില്ലേ, ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം എന്ന് പറയണത് കേട്ടോ. അതായത് നമ്മുടെ ഗേറ്റ് തുറക്കുമ്പോൾ കാണുന്ന വ്യൂ ആണിത്. അപ്പം നമ്മുടെ വീട് വരുന്നത് ശരിക്കും ഒരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ. അതായത് ഒരു വലിയ കുന്നിൻ്റെ ഒരു സൈഡിൽ ചേർന്നിട്ടാണ് നമ്മുടെ വീടുള്ളത്. നമ്മുടെ വീടെന്നല്ല, ഒരുപാട് വീടുണ്ട് അവിടെ അടുത്തടുത്തായിട്ട് തന്നെ. പക്ഷെ നമുക്കത് കുന്നിൻ്റെ മുകളിലാണ് വീടെന്നുള്ളതൊരു ഫീൽ ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ വീട് കഴിഞ്ഞ് പുറകിലോട്ടൊരു 4-5 വീട് മാറിക്കഴിഞ്ഞാലാണ് നമുക്ക് ആ കുന്നിൻ്റെ ടോപ്പ് വ്യൂ ഒന്ന് കാണാൻ പറ്റും കേട്ടോ. അടിപൊളിയാണ്. ഞാനൊരു ദിവസം നിങ്ങൾക്ക് ആ വീഡിയോ കാണിച്ചു തരാം. പക്ഷേ നമ്മൾ ആ കുന്നിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവില്ല. കാരണം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ റോഡാണ്. റോഡ് സാധാ ഒരു ഇറങ്ങുന്ന പോലെ, പിന്നെ മെയിൻ റോഡിലോട്ട് കണക്ട് ചെയ്യുന്നു. പക്ഷേ ശരിക്കും ഒരു കുന്നിൻ്റെ ചെരുവിലാണ് നമ്മളുടെ വീട് വരുന്നത് കേട്ടോ. അപ്പം നല്ല കാറ്റുമാണ് ആ ഭാഗത്ത്. പുറകിലങ്ങനെ റബ്ബറിൻ്റെ എസ്റ്റേറ്റൊക്കെ ആയത് കാരണം ഇപ്പം അതൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടോ അവർ. അപ്പോൾ നിറയെ ചപ്പാണ്. നല്ല കാറ്റുള്ളതുകൊണ്ട് തന്നെ മുറ്റം നിറച്ചും ചപ്പായിരിക്കും കേട്ടോ എപ്പോഴും. നമ്മൾ എത്ര അടിച്ചു വാരിയാലും ഒരു ഈവനിങ് ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കുമ്പോൾ തന്നെ നിറച്ച് ചപ്പായിരിക്കും. പിന്നെ നമ്മുടെ പറമ്പിൽ ഒത്തിരി പ്ലാവും മാവൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ ചപ്പ് നിറഞ്ഞ് കിടക്കും കേട്ടോ. പിന്നെ ഈ ഒരു പോർഷനിൽ ഇതാണ് നമ്മുടെ കാർ പോർച്ച്. നമുക്ക് ആദ്യം ഒരു ഒമ്നി വാൻ ഉണ്ടായിരുന്നു, അത് നിർത്താൻ വേണ്ടിയിട്ട് ആക്കിയൊരു കുഞ്ഞ് ഷെഡാണ് കേട്ടോ. ഇത് നമ്മുടെ എക്സാക്റ്റ് പുറകുവശമാണ്. ഇവിടെ ഞാൻ കുറച്ച് തൈകൾ വെക്കാൻ വിചാരിച്ചിട്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് തൈകളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുള്ളതാണിത്. ഇത് ഞാൻ എന്നിട്ട് ആ ബ്ലാക്ക് ഷീറ്റ് ഇട്ടിട്ട് മൂടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് തൈകൾ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല വെയിലായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കരിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഒരു തണലിട്ട് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ഇനി വളർന്ന ശേഷം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ചധികം തൈകൾ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത പോർഷൻ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, കാരണം ഞാൻ അവിടെ ക്ലീൻ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. അപ്പോഴേക്കും ഞാൻ ടയേർഡായി. ഇതാണ് ഞങ്ങളുടെ മുറ്റം വരുന്നത്. ആക്ച്വലി ഒരു 2-3 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞത്. ഞങ്ങൾക്ക് സ്പീഡ് ചെയ്ത് കാണിച്ചെന്ന് മാത്രം.
പിന്നെ ഇത് നമ്മുടെ ഞാൻ നേരത്തെ ഫസ്റ്റ് വീഡിയോ തുടങ്ങുമ്പോൾ കാണിച്ചില്ലേ ആ ഏരിയയുടെ എൻഡിങ്ങിലാണ് കേട്ടോ ഈ നമ്മുടെ കിണറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയാം. നമ്മളെപ്പോഴും ഇങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വൃത്തിയായി കിടക്കുമ്പോൾ ആ മുറ്റമൊക്കെ ഒന്ന് ചുറ്റി കാണുക, ഒരു സന്തോഷമാണ്. നമ്മൾ അത്രയും എഫേർട്ട് ഇട്ടാലും അതൊക്കെ കാണുമ്പോഴുള്ളൊരു സന്തോഷമില്ലേ. ഞാനങ്ങനെ എപ്പോഴും മുറ്റം അടിച്ച് കഴിഞ്ഞാൽ പിന്നീട് മൊത്തം ഒന്ന് ചുറ്റി 2-3 തവണ എനിക്ക് മുറ്റത്തിറങ്ങി ഇങ്ങനെ ഒന്ന് നോക്കണം കേട്ടോ.